ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖാണോ? സന്തോഷാണോ? എന്ന ഉറക്കെ ഈശോയ്ക്കൊരു സ്തുതി പറഞ്ഞേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കല് ഈശോയുടെ അടുത്തേക്ക് കുറച്ച് അമ്മമാര് തങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാര് വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാര് അവരെ തടഞ്ഞു. ഈശോ പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവിൻ, അവരെ തടയേണ്ട. സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. ഇതെന്താ പറഞ്ഞത്? ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? കുഞ്ഞുങ്ങളായ നിങ്ങളെയാണ്. നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ഈശോ അതെല്ലാം ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. പപ്പയ്ക്ക് വേണ്ടിയും മമ്മിക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും വൈദികർക്കും സന്യസ്തർക്ക് വേണ്ടിയും എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കുന്ന ഉറപ്പുള്ളവരൊന്ന് ചാടി എണീറ്റേ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മളിപ്പോ ആരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പാഠപുസ്തകത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? എന്താ നമ്മുടെ പാഠപുസ്തകത്തിന്റെ പേര്? പിതാവായ ദൈവം. പിതാവായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ ദൈവം ആദ്യം എന്താ സൃഷ്ടിച്ചത്? ടീച്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. ആദ്യം എന്താ സൃഷ്ടിച്ചത്? ആദ്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെയോ? പിന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. പിന്നെ മൃഗങ്ങളെയും പൂക്കളെയും പക്ഷികളെയും എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? നമ്മുടെ സ്നേഹപിതാവായ ദൈവം. ഏറ്റവും അവസാനം ദൈവം എന്താ സൃഷ്ടിച്ചത്? എന്താ സൃഷ്ടിച്ചത്? മനുഷ്യരെ സൃഷ്ടിച്ചല്ലോ. ആരാ മനുഷ്യരുടെ പേരൊന്ന് പറഞ്ഞേ. ആദവും ഹവ്വയും. ആദത്തെയും ഹവ്വയും ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഇവർക്ക് താമസിക്കാൻ വേണ്ടി ദൈവം ഒരു തോട്ടം ഉണ്ടാക്കിയല്ലോ. തോട്ടത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. തോട്ടത്തിന്റെ പേരെന്താ? ഏദൻ തോട്ടം. കറക്റ്റ് ആയല്ലോ. ഇനിയോ? ഏദൻ തോട്ടത്തിന്റെ മറ്റൊരു പേര് പറഞ്ഞു എന്നാ? പറുദീസ. ഈ ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? നിറയെ മരങ്ങൾ, മണമുള്ള പൂക്കൾ, മധുരമുള്ള പഴങ്ങൾ, തോട്ടത്തിന്റെ നടുവിലൂടെ ഒരു പുഴ, അങ്ങനെ വളരെ ഭംഗിയുള്ളതായിരുന്നു ഈ ഏദൻ തോട്ടം. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. എന്താ പ്രത്യേകത? ഈ തോട്ടത്തിന്റെ നടുവില് 2 മരങ്ങൾ ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ പേര് ഓർമ്മയുണ്ടാ? നമ്മൾ പഠിച്ചു. എന്താ മരത്തിന്റെ പേരുകള്? ഒന്ന് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷവും ഒന്ന് ജീവന്റെ വൃക്ഷവും. സ്നേഹപിതാവായ ദൈവം ആദത്തെയും ഹവ്വയെയും ഈ തോട്ടത്തിലാണ് താമസിപ്പിക്കാൻ വേണ്ടി അവരെ അവിടെയാണ് ആക്കിയത്. അവര് സന്തോഷപൂർവ്വം ദൈവത്തോടൊപ്പം അവിടെ താമസിച്ചു. ആദത്തിന്റെയും ഹവ്വയുടെയും സന്തോഷം കണ്ടപ്പോ അവിടെ ഒരാൾക്ക് അസൂയ തോന്നി. ആർക്ക് അസൂയ തോന്നിയത്? പിശാചിനല്ലേ. പിശാച് ആരാ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പിശാച് ആരാ? അവൻ നുണയനും ചതിയനുമാണ്. അപ്പോ ദൈവം ആദത്തോടും ഹവ്വയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തോട്ടത്തിലെ ഏത് ഫലം വേണമെങ്കിലും നമുക്ക് കഴിക്കാം, പക്ഷെ ഈ മരത്തിന്റെ ഫ്രൂട്ട് മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് ദൈവം ആദത്തോടും ഹവ്വയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദവും എന്തു പറഞ്ഞു? ഞങ്ങൾ ഈ ഫ്രൂട്ട് കഴിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തോടൊപ്പം ആദവും ഹവ്വയും സന്തോഷത്തോടും കൂടെ ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ സാത്താൻ ഒരു പാമ്പിന്റെ രൂപത്തില് ആദത്തിന്റെയും ഹവ്വയുടെയും അടുത്തേക്ക് വന്നു. ഈ ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞ ഈ പഴം കഴിക്കാൻ സാത്താൻ ഹവ്വയെ പ്രേരിപ്പിച്ചു. പാവം നമ്മുടെ ഹവ്വ സാത്താന്റെ പ്രലോഭനത്തിൽ വീണ് ആദവും ഹവ്വയും ഈ പഴം കഴിച്ചു. ഈ പഴം കഴിച്ചതോടുകൂടി അവര് വല്ലാതെ പേടിച്ചു. ഈ പഴം കഴിച്ചപ്പോൾ അവരെന്താ ചെയ്തത്? അവര് ദൈവത്തെ മറന്നു, ദൈവകൽപ്പന ലംഘിച്ചു, ദൈവസ്നേഹം നിരസിച്ചു. അവർ പാപം ചെയ്തു. ഈ പഴം കഴിച്ചതോടുകൂടി അവർ ചെയ്ത തെറ്റെന്താണ്? അവര് ദൈവത്തെ മറന്നു, ദൈവസ്നേഹം നിരസിച്ചു, ദൈവകൽപ്പന ലംഘിച്ചു. അവര് പാപം ചെയ്തു. ഇതോടുകൂടി അവരുടെ സന്തോഷം ഇല്ലാതായി. അവർക്ക് വല്ലാതെ പേടി തോന്നാൻ തുടങ്ങി.
എങ്ങനെ പേടി തോന്നുക? കാരണം ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല എന്ന്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് അവര് പാപം ചെയ്തു. ഇപ്പൊ നമ്മുടെ മമ്മി പറയാണ്, ഇപ്പൊ മമ്മി നമ്മുടെ ഒരു ടേബിളിൽ ഒരു ചോക്ലേറ്റ് ബോക്സ് കൊണ്ടുപോയി വെച്ചു. മമ്മി പറഞ്ഞു, എടുക്കരുത്, ഞാൻ വന്നിട്ട് എടുത്തു തരാം, അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. മമ്മി പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി അത് എടുത്തു. നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് അത് പൊട്ടി. നമുക്ക് പേടിയാവോ? നിങ്ങൾക്ക് പേടിയാവില്ലേ? എന്താ കാരണം? മമ്മി പറഞ്ഞിട്ടുണ്ട് അത് എടുക്കാൻ പാടില്ലായിരുന്നു എന്ന്. നമ്മൾ അത് എടുക്കുകയും ചെയ്തു, പൊട്ടിപ്പോവുകയും ചെയ്തു. അതുപോലെ ദൈവം ഈ ഫ്രൂട്ട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദവും ഹവ്വയും സാത്താന്റെ പ്രലോഭനത്തിൽ വീണ് ഈ ഫ്രൂട്ട് മേടിച്ച് കഴിച്ചു. അവര് പേടിച്ച് എന്ത് ചെയ്തു? മരത്തിന്റെ പിന്നിൽ പോലും ഒളിച്ചു. അതുവരെ ദൈവത്തിന്റെ കൂടെ നടന്നവർക്ക് ദൈവത്തിന്റെ മുമ്പിൽ വരാൻ പേടി തോന്നാൻ തുടങ്ങി. നിങ്ങൾക്ക് പേടി തോന്നില്ലേ? എപ്പോഴേ പേടി തോന്നുക? നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ, മാതാപിതാക്കൾ പറയുന്നത് ലംഘിക്കുമ്പോഴാണ് നമുക്ക് പേടി തോന്നുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പേടി ആർക്ക് തോന്നി? ആദത്തിനും ഹവ്വായ്ക്കും തോന്നി. അനുസരണക്കേട് കാണിച്ചതോടുകൂടി ആദവും ഹവ്വയും ദൈവത്തിൽ നിന്ന് അകന്നു. ഈ അനുസരണക്കേട് കാണിച്ച ആദത്തെയും ഹവ്വയെയും ദൈവം എന്ത് ചെയ്തു? എന്താ ചെയ്തേ? തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ആദത്തിനും ഹവ്വയ്ക്കും ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാലും നമ്മുടെ കരുണാനിധിയായ ദൈവം അവർക്ക് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. എന്തൊക്കെ ദുരിതങ്ങളാണ് ആദത്തിനും ഹവ്വയ്ക്കും നേരിടേണ്ടി വന്നതെന്നറിയോ? അവര് മുള്ളും മുൾച്ചെടികളും നിറഞ്ഞ മണ്ണിൽ ജോലി ചെയ്തു, ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചു, ഒത്തിരി വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. അവർക്ക് ദൈവത്തെ കാണാനും സാധിച്ചില്ല. അപ്പൊ എന്തൊക്കെയുണ്ടായത്? മുള്ളും മുൾച്ചെടികളും നിറഞ്ഞ മണ്ണിൽ അവർ ജോലി ചെയ്തു. ആദ്യം അവരെങ്ങനെയായിരുന്നു? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെ, സുഖമായിട്ട് ഏദൻ തോട്ടത്തിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആദത്തിനും ഹവ്വയ്ക്കും മുള്ളും മുൾച്ചെടികളും നിറഞ്ഞ മണ്ണിൽ ജോലി ചെയ്യേണ്ടി വന്നു. ഒത്തിരി അധ്വാനിക്കേണ്ടി വന്നു. ഒത്തിരി ദുരന്തങ്ങളും സഹനങ്ങളും അവർക്കുണ്ടായി. അവരുടെ ഏറ്റവും വലിയ ദുഃഖം എന്തായിരുന്നു? അവർക്ക് ദൈവത്തെ കാണാൻ സാധിച്ചില്ല. ദൈവത്തോടൊപ്പമായിരുന്ന അവര് ദൈവത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. ഇതുപോലെയാണ് നമ്മളും പാപം ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മുടെ ദൈവം എന്നാലും നമ്മെ അന്വേഷിച്ചു വരുന്ന ദൈവമാണ് അല്ലേ? ഈ പാപം ചെയ്ത ആദത്തിനും ഹവ്വയ്ക്കും അവർ രക്ഷകനെ വാഗ്ദാനം ചെയ്തില്ലേ? ഈ രക്ഷകൻ ആരാണെന്നറിയോ? അത് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ഏതാണ് ഈ രക്ഷകൻ എന്ന് പറഞ്ഞു തരാം. നമുക്കന്നൊരു പാട്ട് പഠിച്ചാലോ? പാട്ട് ഇഷ്ടമാണോ നിങ്ങൾക്ക്? പാട്ട് പാടാൻ അറിയുന്നവരൊന്ന് കൈപൊന്തിച്ചേ. ഇനി പാട്ട് പാടാൻ അറിയാത്തവരൊന്ന് കൈപൊന്തിച്ചേ. സാരില്ല. നമ്മൾ എന്തിനു വേണ്ടിയാ പാട്ട് പാടുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലേ പാട്ട് പാടുന്നത്. നമുക്ക് പാട്ട് പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാലോ? കൽപ്പന ലംഘിച്ചാതി പിതാക്കൾ തോട്ടത്തിനു പുറത്തായി, പലവിധ ദുരിതവും ആദിയും അവരുടെ ജീവിത വഴികളിലുളവായി. കേട്ടാ? മനസ്സിലായി നിങ്ങൾക്ക് പാട്ട്? എന്താ? കൽപ്പന ലംഘിച്ചാതി പിതാക്കൾ തോട്ടത്തിനു പുറത്തായി, പലവിധ ദുരിതവും ആദിയും അവരുടെ ജീവിത വഴികളിലുളവായി. എങ്കിലും അരുളി ദൈവം നരരുടെ സങ്കടമെല്ലാം പോക്കിടുവാൻ. എങ്കിലും അരുളി ദൈവം അവരുടെ സങ്കടമെല്ലാം പോക്കിടുവാൻ. രക്ഷകനെത്തും സമയത്തികവിൽ നരരെ മോചിതരാക്കിടുവാൻ. രക്ഷകനെത്തും സമയത്തികവിൽ നരരെ മോചിതരാക്കിടുവാൻ. നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പാടിയാലോ? കൽപ്പന ലംഘിച്ചാതി പിതാക്കൾ തോട്ടത്തിനു പുറത്തായി, പലവിധ ദുരിതവും ആദിയും അവരുടെ ജീവിത വഴികളിലുളവായി. എങ്കിലും അരുളി ദൈവം നരരുടെ സങ്കടമെല്ലാം പോക്കിടുവാൻ. രക്ഷകനെത്തും സമയത്തികവിൽ നരരെ മോചിതരാക്കിടുവാൻ. ഈ പാട്ട് ഇഷ്ടായോ? നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്? ആദവും ഹവ്വയും പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്തായി. അവര് കാണിച്ച അനുസരണക്കേട് എന്താ? അവര് ദൈവത്തെ മറന്നു,
ദൈവത്തിന്റെ സ്നേഹം നിരസിച്ചു, ദൈവകൽപ്പന ലംഘിച്ചു, അവർ പാപം ചെയ്തു. പാപം ചെയ്ത ആദത്തെയും ഹവ്വയെയും സാത്താൻ സഹായിക്കാനെങ്ങാനും വന്നില്ല. അവർക്ക് ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്തൊക്കെ ദുരിതങ്ങളാണ് ആദവും ഹവ്വയും അനുഭവിക്കേണ്ടി വന്നത്? മുള്ളും മുൾച്ചെടികളും നിറഞ്ഞ മണ്ണിൽ അവർ ജോലി ചെയ്തു. ആഹാരത്തിന് വേണ്ടി അവർ വിയർപ്പൊഴുക്കി. ഒത്തിരി വേദനകൾ സഹിച്ചു. അവർക്ക് ദൈവത്തെ കാണാനും സാധിച്ചില്ല. എന്നാലും ആദത്തോടും ഹവ്വയോടും കരുണ തോന്നിയ ദൈവം അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. നിങ്ങൾക്ക് ടീച്ചർ ഒരു ഹോം ആക്ടിവിറ്റി തരട്ടെ? ചെയ്യോ നിങ്ങള്? ആരും മറക്കരുത്, നിങ്ങളുടെ ഹോം ആക്ടിവിറ്റി നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഹോം ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ പാട്ടില്ലേ, പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ പാടാം. ഇഷ്ടമുള്ളവർക്ക് ഈ പാട്ടിൽ ഈ ട്യൂണിൽ പാടാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ട്യൂണിൽ പാടാം. ഈ പാട്ട് പഠിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമോ? ടീച്ചേഴ്സിനൊക്കെ ഒത്തിരി സന്തോഷാവട്ടെ. ചെയ്യില്ലേ എൻ്റെ കുഞ്ഞുമക്കൾ? അത് ചെയ്യില്ലേ? ഡൺ പറഞ്ഞേ, ചെയ്യില്ലേ? നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് ടീച്ചർക്ക് അറിയാം. നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് അറിയാം. നമുക്കന്നൊന്ന് പ്രാർത്ഥിച്ചാലോ? കരുണാമയന ദൈവമേ, രക്ഷകനെ വാഗ്ദാനം ചെയ്ത അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. താങ്ക് യു.